നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. ശബരിമലയുടെ സമഗ്ര വികസനമാണോ അതോ ഒരു നിക്ഷേപ സംഗമമായി ഇത് മാറുമോ എന്നുള്ളതൊക്കെയാണ് ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. ഒപ്പം ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും വീണ്ടും ഉയരുകയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനാകുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയായി തുടരുകയാണ്. നിരവധി വാർത്തകളുള്ള ദിവസമാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം 3 സെഷനുകളിലായി ചർച്ച. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ലധികം പേർ പങ്കെടുക്കും. ക്ഷണം സ്വീകരിച്ച് തമിഴ്നാട് മന്ത്രിമാരെത്തും. ബഹിഷ്കരിച്ച് പ്രതിപക്ഷവും BJP. സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. ചാവക്കാട് സ്വദേശിയുടെ രോഗ ഉറവിടം കണ്ടെത്താനായില്ല. 2 മാസത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് 7 പേർ. KJ ഷൈനെതിരായ അപവാദ പ്രചാരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. മുനമ്പം ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനെയും KM ഷാജഹാനെയും ചോദ്യം ചെയ്യും. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കും. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം ഇന്ന്. പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. വോട്ടുകൊള്ളയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. നീരൊഴുക്ക് നിലച്ചതോടെ പോള വളർന്ന് കുട്ടനാട്ടിലെ ജലസ്രോതസ്സുകൾ. നശിക്കുന്ന ചെറുതോടുകളുടെ എണ്ണം ഓരോ വർഷവും കൂടുന്നു. വെല്ലുവിളി നേരിട്ട് കുട്ടനാടിന്റെ പരിസ്ഥിതി. ഏഷ്യാകപ്പിൽ സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 8 മണിക്ക് ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. BCCI ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഇന്ന് നിർണായക യോഗം. പ്രധാന BJP നേതാക്കളും BCCI ഭാരവാഹികളും പങ്കെടുക്കും. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടക്കുകയാണ്. പമ്പാ തീരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർണ്ണമായിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം 3 സെഷനുകളിലായി ചർച്ചകൾ നടക്കും. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ലധികം പേർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രജിത് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രജിത്, ഏറെ വിവാദങ്ങൾക്ക് ഒടുവിലാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു. നിരവധി ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ ഒക്കെ വന്നു. പക്ഷേ അതിന് പിന്നാലിതാ സംഗമം നടക്കാൻ പോവുകയാണ്. സർക്കാർ പ്രതീക്ഷിച്ച പോലെ അത്ര കണ്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? ഒപ്പം സംഗമവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. ആഗോള അയ്യപ്പ സംഗമം നമുക്കറിയാം 3000-ലധികം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനെതിരെ നിരവധി സംഘടനകളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എങ്കിൽ തന്നെയും വളരെ സജീവമായ ഒരു സംഗമം സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഉള്ളത്. ശബരിമലയിൽ കൂടുതൽ പമ്പയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംഗമത്തിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ശബരിമലയുടെ സമഗ്ര വികസനം തന്നെയാണെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 355 കോടി രൂപയുടെ 4 പദ്ധതികളാണ് പ്രധാനമായും ശബരിമലയിൽ ഇവർ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നത്. ആ പദ്ധതികളൊക്കെയും തന്നെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് ഇതിന് വേണ്ട സാമ്പത്തിക സഹകരണങ്ങൾ അടക്കം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയെ സമ്പൂർണ്ണമായും ഹരിത തീർത്ഥാടന കേന്ദ്രമാക്കുക എന്നതും ഒപ്പം തന്നെ ഹിൽ ടോപ്പിൽ നിന്ന് പമ്പയിലേക്ക് അടക്കം പാത നിർമ്മിക്കുന്ന അടക്കം ഹിൽ ടോപ്പിലേക്ക് ഗ്രൗണ്ടിൽ നിന്നും ഗണപതി കോവിലിന്റെ ഭാഗത്തേക്കുള്ള ഒരു സുരക്ഷാ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഒപ്പം തന്നെ ശബരിമല തിരുമുറ്റം ഉൾപ്പെടെയുള്ള
സ്ഥലത്തെ വികസനം അത് പ്രധാനമായും ഈ പ്രസാദ മണ്ഡപവും ഒപ്പം തന്നെ തന്ത്രി മേൽശാന്തി എന്നിവയുടെ മഠങ്ങൾ ഒപ്പം തന്നെ തിരുമുറ്റം എന്നിവയുടെ വികസനം പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ ഇവയുടെ വികസനമാണ് പ്രധാനമായും രണ്ടാമതായി ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് നിലയ്ക്കലിലെ അടിസ്ഥാന സൗകര്യ വികസനം കൂടിയാണ്. അത് സുരക്ഷാ ഇടനാഴി അടക്കം ഉള്ളവ ആണ് അവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ 2-3 കാര്യങ്ങളും ആകെ 355 കോടി രൂപയുടെ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഒരു സമഗ്രമായ ഒരു വിശദീകരണവും ഒപ്പം തന്നെ ഇതിന് സാമ്പത്തിക സഹായമടക്കം തേടുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ചയാവുക. അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ 3 സെഷനുകളിലായിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ആ 3 സെഷനുകളായി നടക്കുന്ന ചർച്ചയിലായിരിക്കും ഇക്കാര്യങ്ങളൊക്കെയും ആവുക എന്നാണ് പ്രധാനമായും പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവനായിരിക്കും ഇതിന്റെ അധ്യക്ഷനായി വരിക. അത്തരത്തിൽ ഉദ്ഘാടന സംഗമം തന്നെ 9:30 നടക്കുന്നതാണ്. നമുക്കിപ്പോൾ രജിത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് സർക്കാർ വലിയ സംഗമമായി ഉദ്ദേശിച്ച പദ്ധതിയാണിത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പ്രതിനിധികളല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊന്നും തന്നെ എത്തുന്നില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു വലിയ സംഗമമായി ഇത് മാറ്റാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്കാണോ പോകുന്നത്? നേരത്തെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗമത്തിലാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ തന്നെയും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഒപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ, അല്ലെ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചതുപോലെ ഈ സംഗമം വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 3000-ലധികം പ്രതിനിധികളെ നേരത്തെ തന്നെ, ഇതിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ നേരത്തെ തന്നെ ശബരിമല പോർട്ടൽ വഴിയാണ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നത്. ആ ബുക്കിംഗിൽ സ്ക്രൂട്ടണിങ്ങും ഒക്കെ കഴിഞ്ഞ് 3000-ലധികം പ്രതിനിധികൾ എന്തായാലും ഉണ്ടാകും. അതിൽ തന്നെ ഈ പറയുന്ന വിശിഷ്ട വ്യക്തികൾ ആരൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ തന്നെയും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം സാമുദായിക സംഘടനകളുടെ അടക്കം സപ്പോർട്ട് ഈ ഒരു സംഗമത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി സംഗമം വിജയിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സർക്കാരും മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോഴും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ സംഗമം ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ നമുക്ക് ഇതിൽ വിശിഷ്ട വ്യക്തികളായി പങ്കെടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. എന്തുതന്നെയായാലും സംഗമം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നത് വളരെ വിശാലമായ 7000 സ്ക്വയർ ഫീറ്റ് അടിയിലും കൂടുതൽ ഉള്ള ഒരു പന്തൽ ഉൾപ്പെടെ വളരെ വിശാലമായ രീതിയിലാണ് ഇവിടെ വേദി അടക്കം തയ്യാറായിരിക്കുന്നത്. എന്തുതന്നെയായാലും വരും മണിക്കൂറുകളിൽ 9:30-ക്കാണ് ഉദ്ഘാടന യോഗം നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. നിലവിൽ ഈ സംഗമം വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം എത്തി ഇവിടെ ഇതിന്റെ വിലയിരുത്തൽ അടക്കം നടത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ പമ്പയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണം പ്രത്യേക സംഘം അന്വേഷിക്കും. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കിരൺകുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. കിരൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായി രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM-ഉം തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയതാണ്. ഇപ്പോൾ സൈബർ ആക്രമണത്തെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം നടക്കാൻ പോവുകയാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ. അഖില, ഈ KJ ഷൈനെതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത്. മുനമ്പം DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എറണാകുളം കൊച്ചി സിറ്റിയുടെ സൈബർ ഡോമും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ നേരത്തെ KJ ഷൈൻ തെളിവായി സമർപ്പിച്ചിട്ടുള്ള
സ്ക്രീൻഷോട്ടുകളും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമ ലിങ്കുകളും യൂട്യൂബ് ചാനലുകളിൽ വന്ന വാർത്തകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇന്നലെ KJ ഷൈന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇവർ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിനും ഒപ്പം യൂട്യൂബ് ചാനലിനും കൂടാതെ ചില ആളുകൾക്കും ചില വ്യക്തികൾക്കും എതിരെ അടക്കം ഏതായാലും കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഏതായാലും വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നടത്താനായിട്ടാണ് പോലീസിന്റെ നീക്കം. മാത്രമല്ല, കൂടുതൽ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചിട്ടുണ്ട്. കുന്നനാട് MLA PV ശ്രീനിജൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റിയും ഒപ്പം തന്നെ എറണാകുളം റൂറലും ഈ എറണാകുളം റൂറലിലെയും പോലീസ് സംഘത്തെ വിന്യസിച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനായിട്ടും ഒപ്പം അന്വേഷണം വിപുലീകരിക്കാനുമായിട്ട് റൂറൽ പോലീസ് മേധാവി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, കിരണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണം നടക്കട്ടെ, ഇതിനു പിന്നിലെ സത്യം എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. കുട്ടനാട് എന്നുള്ളത് വളരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, ഒപ്പം വലിയ മനോഹരമായ ഇടമാണ്. ആ ഇടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നീരൊഴുക്ക് നിലച്ചതോടെ പോള വളർന്ന് കുട്ടനാട്ടിലെ ജലസ്രോതസ്സുകൾ നാശത്തിലേക്ക് പോവുകയാണ്. കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിൽ നാശത്തിലേക്ക് നീങ്ങുന്ന ചെറുതോടുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചതോടെ പരിസ്ഥിതി തന്നെ വലിയ വെല്ലുവിളി നേരിടുകയാണ്. കുട്ടനാട്ടുകാർക്ക് കുളവാഴ സൃഷ്ടിക്കുന്ന തലവേദന ഒരു പുതിയ അനുഭവമല്ല. വെള്ളത്തിലെ മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതാണ് കുളവാഴയുടെ വളർച്ചയ്ക്ക് കാരണം. കൃത്യമായ ഇടവേളകളിൽ ഇടത്തോടുകൾ ശുചീകരിക്കാത്തതാണ് പോള ക്രമാതീതമായി വളരാനുള്ള മറ്റൊരു കാരണം. ഇതോടെ പോള നിറഞ്ഞ് ചെറുതോടുകളിലെ നീരൊഴുക്ക് നിലച്ചു. ഇത് വർഷകാലത്ത് വലിയ തോതിൽ വെള്ളപ്പൊക്കത്തിനും വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്കും നയിക്കും. കെട്ടിക്കിടക്കുന്ന മലിനജലം പകർച്ചവ്യാധികൾക്കും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും ഇടയാക്കും. നമ്മൾ കാണുന്ന കുളവാഴ എന്ന് പറയുന്നത് രോഗത്തിൻ്റെ ലക്ഷണമാണ്. രോഗം എന്താണ്? മലിനീകരണമാണ്. വെള്ളത്തിന് നീരൊഴുക്കുണ്ടെങ്കിൽ നമുക്ക് എത്ര മാലിന്യം ഉണ്ടെങ്കിലും കടലിലോട്ട് ഒഴുകിപ്പോകാൻ കഴിയുന്ന രീതിയിൽ വേമ്പനാട്ട് കായലിൽ നിന്ന് നമുക്ക് അടുത്ത് കടലുണ്ട്. ഒഴുകിപ്പോകാൻ കഴിയാതെ കെട്ടിയിടുമ്പോഴാണ് ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് സങ്കീർണമായിട്ട് മാറുന്നത്. പിന്നെ മാലിന്യങ്ങൾ, നമുക്ക് 1 ലക്ഷം ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്നതിൽ 20,000 ടൺ ഫെർട്ടിലൈസറാണ്, വളമാണ് ഉപയോഗിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ള കുട്ടനാടിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന ചെറു ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. റോഡ് ഗതാഗതം ശക്തിപ്പെടുന്നതിന് മുൻപ് കൃഷി ആവശ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനും കുടിവെള്ളത്തിനും ആശ്രയിച്ചിരുന്നത് ഇത്തരം ജലസ്രോതസ്സുകളെയായിരുന്നു. കരഗതാഗതം ശക്തിപ്പെട്ടതോടെ തോടുകളുടെ പ്രാധാന്യം കുറഞ്ഞു. ഇതോടെ ഇവ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അധികൃതർ പിന്നോക്കം പോയതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാകാൻ കാരണം. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറായില്ല എങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കാകും വരുന്ന ആളുകൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അമൃത ന്യൂസ്, ആലപ്പുഴ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ ഇന്ന് മെഗാ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിൽ 10,000-കണക്കിലധികം വരുന്ന അമ്മയുടെ മക്കൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിൻ്റെ വിശദാംശങ്ങൾ സുധീഷ് കുമാർ നൽകും. സുധീഷ്, സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ 72ാം ജന്മദിനമാണ്. അതിൻ്റെ ഭാഗമായി ഈ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു വിശേഷങ്ങൾ? തീർച്ചയായും അഖില, അത്തരത്തിൽ വലിയൊരു സന്ദേശം പകർന്നു നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ വള്ളിക്കാവ് ചന്തയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ, അതായത് ഈ അമൃതാനന്ദമയി ദേവി മഠത്തിൽ നിന്നുള്ള ബ്രഹ്മചാരിണിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തി. തുടർന്ന് വിദ്യാർത്ഥി സംഘങ്ങളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, യുവാക്കളുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പല സ്ഥലങ്ങളിലെയും ഈ കെട്ടിക്കിടക്കുന്ന കുറേ നാളുകളായി കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളും മറ്റുമൊക്കെ ഇവർ നീക്കം ചെയ്യുന്നുണ്ട്. ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതുതന്നെയാണ് മഠം ഉദ്ദേശിക്കുന്നത്. അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം അമ്മയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു ശുചീകരണ യജ്ഞം
തന്നെ നടക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരം പ്രവർത്തനങ്ങൾ കുറേ നാളുകളായി നടന്നു വരുന്നുണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. അത്തരത്തിൽ നടന്നു വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു സമാപന ഘട്ടം എന്നുകൂടി പറയാം. ഇത്തരത്തിൽ ഈ ഒരു വള്ളിക്കാവ് മാർക്കറ്റിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് അത്തരത്തിൽ പൊതുജനങ്ങൾ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ഈ പ്രദേശത്ത് വളരെ നാളുകളായി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലുമൊക്കെ അടിഞ്ഞുകൂടി കിടന്ന മാലിന്യങ്ങൾ, അത് കാലാകാലങ്ങളായി നീക്കം ചെയ്യാത്തത് മൂലം ഉണ്ടായ പല പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റും ഒക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശം ഈ ഒരു ശുചീകരണ യജ്ഞത്തിനായി തിരഞ്ഞെടുത്തത്. ആ ഒരു പ്രയത്നത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തകർ, അതായത് മാതാ അമൃതാനന്ദമയി മഠം തന്നെ മാതൃകയാക്കിക്കൊണ്ട് പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടും ഒപ്പം വിദ്യാലയങ്ങളും കോളേജുകളിലും ഒക്കെയുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു യജ്ഞം, ശുചീകരണ യജ്ഞം നടക്കുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള ആൾക്കാർ അവരുടെ പങ്കാളിത്തം കൂടി, പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമായ ഒരു പദ്ധതിയായി തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. നിരവധി പ്രവർത്തകർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ട് അവരുടെ ഈ ഒരു ശുചീകരണ പരിപാടികൾക്ക് അവർ നേതൃത്വം നൽകുന്നു, അവർ പങ്കാളികളാകുന്നു. മാലിന്യങ്ങളും ഒപ്പം തന്നെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പലരും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് കാണാം, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മാതൃകയിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് മാതൃകയാകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം തന്നെയാണ് പ്രധാനമായും ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ഒരു സന്ദേശം അത് ലോകം മുഴുവനും വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ ലോകം മുഴുവനും ഒരു വെളിച്ചമായി മാറണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മാതൃക കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ വ്യക്തി ശുചിത്വവും ഒപ്പം സമൂഹ ശുചിത്വവും അതിലൂടെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതുകൂടിയാണ് ഈ ഒരു യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മഠത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാണ്. അത് ലോക നന്മയ്ക്കായിട്ട് വേണ്ടി കൂടിയാണ്. ഈ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ഈ മഹായജ്ഞത്തിൽ പങ്കാളിയാവുന്നതിലൂടെ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നതിലൂടെ ആ ഒരു മാതൃക അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പല സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പല പ്രവർത്തനങ്ങളിലും മഠം പങ്കാളികളാവുന്നുണ്ട്. അത്തരത്തിൽ ഒരു പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത് കൂടി ഈ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു. ആ ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇത്തരത്തിൽ സമൂഹ നന്മ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, അതായത് സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ പല പ്രദേശങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയും ഒക്കെ തന്നെ പല മോശമായ ആരോഗ്യാവസ്ഥകളിലൊക്കെ എത്തിപ്പെട്ട പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു ശുചീകരണ യജ്ഞം. അത് നമുക്ക് പൊതു ഇടങ്ങളിൽ ഇത്തരത്തിൽ ശുചീകരണ യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെ പൊതു പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെയുള്ള ഒരു മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ആ സന്ദേശത്തിലൂടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ കൂടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ബ്രഹ്മചാരിണി നമ്മളോടൊപ്പം ചേരുന്നു. മാം, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളുടെ അമ്മയുടെ 72ാം ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ഭൂമി ഒരുമിക്കാം, ശുചീകരിക്കാം എന്ന ഒരു മോട്ടോയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് ഈ ആശയം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ 3000-ഓളം കുട്ടികളും അധ്യാപകരും കൂടി ചേർന്നിട്ടാണ് ഇത്, ആശ്രമ അന്തേവാസികളും ഉണ്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം 18ഓളം സ്പോട്സുകളിലായിട്ട് ഒരു 15ഓളം കിലോമീറ്ററാണ് ക്ലീനിങ് ആയിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയുടെ സന്ദേശമായ അമലഭാരതത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ നമ്മൾ അമ്മയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് അതായത് ശുചിത്വ ഒരു യജ്ഞം, ഒരു മെഗാ, അതായത് ഒരു വിപുലീകരിച്ച ഒരു ശുചിത്വ യജ്ഞമാണ് ആഘോഷിക്കുന്നത്.
അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ നാട്ടുകാരും കൂടെ കൂടിയിട്ടുണ്ട്, അധ്യാപകരും കുട്ടികളും പിന്നെ അതേപോലെ ആശ്രമ അന്തേവാസികൾ ഏകദേശം ഒരു 500-1000 അന്തേവാസികളും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം എല്ലാം കഴിയാറായിട്ടുണ്ട്. 6:30 തുടങ്ങി. അമ്മ നൽകുന്ന ഈ ഒരു സന്ദേശം അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. അമ്മയുടെ പല പ്രവർത്തനങ്ങളും ലോകത്തിനൊരു മാതൃകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സന്ദേശം ഇത് നമ്മളുടെ ഉള്ളിലുള്ള ശുചിത്വം പോലെ തന്നെ നമ്മുടെ സമൂഹം കൂടി ശുചിയായിരിക്കണം, വൃത്തിയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് അത് നൽകുന്ന ഒരു ആശയം. അങ്ങനെ തീർച്ചയായിട്ടും അമ്മയുടെ സന്ദേശങ്ങളിലൂടെയാണ് നമ്മളുടെ ഓരോ ചുവടുവയ്പ്പ്. അമൃത വിശ്വവിദ്യാപീഠം സംബന്ധിച്ചിടത്തോളം ഈ സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ നമ്മൾക്ക് എന്താ പറയുക സസ്റ്റൈനബിളായിട്ട് നമ്മൾക്ക് സുസ്ഥിരമായ ഒരു വേസ്റ്റ് നിർമ്മാർജ്ജന രീതി തന്നെ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 52 തരം പ്ലാസ്റ്റിക് തന്നെ തരം തിരിച്ചിട്ട് അത് റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും അതിലുപരി നമ്മൾ പൊതുവേദികളിലൊക്കെ ഈ ലിറ്റർ ചെയ്യാതിരിക്കാനൊക്കെ അമ്മ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് ഓരോ വ്യക്തിയിലും അവനവനിൽ ഒരു അവബോധം, അതായത് ഒരു അവെയർനെസ് ആണ് ജനിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളൊരു കുട്ടി കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പർ കണ്ടാൽ ഉടനെ അത് പോക്കറ്റിലിടും. അത് അവൻ്റെ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇത് ഈ ഒരു സംരംഭങ്ങളിലൂടെ വന്നു ചേർന്ന് ആ ഒരു കുഞ്ഞിലൂടെ ആ ഒരു സംസ്കാരമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് നാളെ ഒരു സുരക്ഷമായ ഒരു ഭാവിക്ക് കൂടി നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് ഈ ഒരു ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശമാണ് അമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. തീർച്ചയായും അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ മഹത്തരമായ ഒരു സന്ദേശം, ആ സന്ദേശം നൽകുക മാത്രമല്ല ആ സന്ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചു കാണിക്കുക കൂടിയാണ് ഇവിടെ ഈ ആശ്രമവാസികളും ഒപ്പം തന്നെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ്. എങ്ങനെ നമ്മളുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം, എങ്ങനെ നടപ്പിലാക്കാം എന്നുകൂടി കാണിച്ചു തരികയാണ് ഇവിടെ അഖില. അതെ, സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അമ്മയുടെയും മഠത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ശുചീകരണ യജ്ഞവും നടക്കുന്നത്. നാട് ഏറ്റവും ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സന്ദേശം തന്നെയാണ് കുട്ടികളിലൂടെ ഒപ്പം സാധാരണക്കാരിലൂടെയൊക്കെ ആശ്രമാന്തേവാസികളിലൂടെയൊക്കെ ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നത്. സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ നവരാത്രി ആഘോഷങ്ങളുടെ കാലമാണ്. അനന്തപുരിയുടെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള വിഗ്രഹ ഘോഷയാത്ര തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടും. ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്തെത്തും. ദേവിക ചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന്. ദേവിക, അനന്തപുരിയെ സംബന്ധിച്ച് നവരാത്രി ആഘോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആഘോഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണെന്ന് അവിടുത്തെ ചടങ്ങുകൾക്ക് ആരംഭിച്ചോ? മറ്റു വിവരങ്ങൾ? അഖില, തീർച്ചയായും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ നവരാത്രി ഘോഷയാത്ര എന്ന് പറയുന്നത്. ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അനന്തപുരിയിൽ എത്തുന്നതോടെയാണ് ഈ നവരാത്രി ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. ഞാനിപ്പോൾ ഉള്ളത് തക്കല പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. ഇവിടെ വലിയ കാണിക്ക ഒരുക്കിയിട്ടുണ്ട്. 7:30-ക്കും അതായത് അല്പസമയത്തിനകം 7:30-ക്കും 8:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ തക്കല പത്മനാഭപുരം കൊട്ടാരത്തിലുള്ള ഉടവാൾ ഈ രാജപ്രതിനിധി കൈമാറുന്നതോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുക. അത്തരത്തിൽ ഈ ഉടമാള് കൈമാറി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ തേവാരക്കെട്ടിൽ പുറത്തെഴുന്നേറ്റ് നിൽക്കുന്ന സരസ്വതി ദേവിയോടൊപ്പം ഇത്തരത്തിൽ ഈ 3 വിഗ്രഹങ്ങളും, അതായത് കുമാരസ്വാമിയുടെ വിഗ്രഹം, ശുചീന്ദ്രൻ ദേവിയുടെ വിഗ്രഹം, ഇങ്ങനെ 3 വിഗ്രഹങ്ങളും ഈ അനന്തപുരിയിലേക്ക് യാത്ര ചെയ്യും. നമ്മളോടൊപ്പം ഇപ്പോൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധിയായ സജീവ് കൂടി ചേരുന്നുണ്ട്. ഈ ഉടവാള കൈമാറ്റത്തിന് ശേഷം എന്തെല്ലാമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്? ഉടവാൾ കൈമാറ്റത്തിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു കിഴിപ്പണം, അവർക്ക് അതിനുള്ള മുമ്പേ രാജാവിൻ്റെ ചെലവിന് വേണ്ടി കൊടുക്കുന്നത് പോലത്തെ ഒരു കിഴിപ്പണത്തിൻ്റെ അതിൻ്റെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് 300 നങ്കയും കുമാരസ്വാമിയും സരസ്വതിയുമായിട്ട് ഘോഷയാത്ര പോകും. വെള്ളിക്കുതിര ഇതിനെ പിന്തുടർന്നോടും. പക്ഷേ വെള്ളിക്കുതിര ഇവിടെ വരില്ല. മെയിൻ റോഡ് വഴി കേരളപുരം എന്നുള്ള അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ വേണ്ടത്തിൽ പോകുന്നതാണ് അതിൻ്റെ ചടങ്ങ്. ഇപ്പോൾ എല്ലാം തമിഴ്നാടിൻ്റെയും ദേവസ്വം ബോർഡും കേരള ദേവസ്വം ബോർഡും ഈ ഉടവാൾ കൈമാറ്റം കഴിഞ്ഞതിന് ശേഷം കാണിക്കായിട്ട് ഒരു കിഴിപ്പണമായിട്ട് കൊടുത്ത് അതിനുശേഷം ഇവിടുന്ന് എല്ലാവരും ഇവിടെ വരും. 300 നങ്കയും കുമാരകോവിലിൽ നിന്നുള്ള കുമാരസ്വാമിയും ഉപ്പിരിക്ക മാളികയിൽ നിന്നുള്ള സരസ്വതി വിഗ്രഹം ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ആകുമ്പടിയോടെ പോകും. വെള്ളിക്കുതിര മാത്രം ഇതിനുള്ളിൽ വരില്ല, കൊട്ടാരത്തിനുള്ളിൽ വരില്ല, മെയിൻ റോഡ് വഴി അങ്ങ് ആര്യശാല പോകുന്നതാണ്. നാളെ ഉച്ചയോടെ ഈ കളിയിക്കാവിളയിൽ നമ്മുടെ ഈ വിഗ്രഹ ഘോഷയാത്ര വന്നു ചേരും. അവിടെ വെച്ച് ഈ കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് സംസ്ഥാന സർക്കാർ ഈ വിഗ്രഹ ഘോഷയാത്രയെ ഔപചാരികമായി സ്വീകരിക്കും. അതോടെ 9 രാത്രികളും 10 ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിന് തുടക്കമാകും. അഖില.
ശരി, ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. കലോപാസകരെ വരവേറ്റ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിൽ കലോപാസനയ്ക്ക് തുടക്കമായി. ദേശീയ സംഗീത നൃത്തോത്സവം 22-ന് ആരംഭിക്കും. 29-ന് പൂജവയ്പും ഒക്ടോബർ 2-ന് വിദ്യാരംഭവും നടക്കും. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ കലോപാസനയുടെ നാളുകൾക്ക് തുടക്കമായി. നവരാത്രി മഹോത്സവ നാളുകളിൽ വിദ്യയുടെയും കലയുടെയും ദേവിയായ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ ഇത്തവണ കലോപാസനയുടെ നാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കലോപാസനകൾ നമ്മളൊരു 5 ദിവസം മുമ്പേ തുടങ്ങി. ആ അപേക്ഷകൾ കണ്ടമാനായി. അപ്പം 30-ാം തീയതിക്കുള്ളിൽ തന്നെ വളരെയധികം അപേക്ഷകൾ വരികയും നമ്മൾ ദിവസം തീരുമാനിക്കുകയും ചെയ്തു. ഒരു 5 ദിവസം കൂടി കലോപാസന നടത്താനുള്ള അവസരം നമുക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും ഈ സെപ്റ്റംബർ 18-ാം തീയതി മുതൽ നവരാത്രി ആരംഭിക്കുകയും ചെയ്തു. മിനിസ്ക്രീൻ റിയാലിറ്റി ഷോ താരങ്ങളായ മാസ്റ്റർ വിധുരാജും ദേവനാരായണനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് കലോപാസനയ്ക്ക് തുടക്കമായത്. കലാർച്ചനയ്ക്ക് കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള നിരവധി കലോപാസകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ദേശീയ സംഗീത നൃത്തോത്സവം 22-ന് ആരംഭിക്കും. 29-ന് പൂജവയ്പും ഒക്ടോബർ 2-ന് വിദ്യാരംഭവും നടക്കും. 40ഓളം ആചാര്യന്മാരാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇത്തവണയും ആദ്യാക്ഷരം കുറിക്കാനായി എത്തുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം. തുടക്കത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ചാവക്കാട് സ്വദേശി റഹീമിന്റെ രോഗ ഉറവിടം കണ്ടെത്താനായില്ല. 2 മാസത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 7 പേർ മരിക്കുകയും ചെയ്തു. ലക്ഷ്മിപ്രിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം തുടരുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇനി പ്രതിരോധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക? ആരോഗ്യ വകുപ്പിന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഈയുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ് ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായും വലയ്ക്കുന്നത്. ഏതായാലും അത് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ആരോഗ്യവകുപ്പുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ചാവക്കാട് സ്വദേശി രോഗം ബാധിച്ച് മരിച്ചത്. ഇതിനെ തുടർന്ന് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും, അതായത് ബീച്ച് ഹോസ്പിറ്റലിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. തുടർന്ന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പിന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും രോഗസ്ഥിരീകരണം വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇത് ആരോഗ്യവകുപ്പിന് വലിയ തലവേദനയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. 7 മരണമാണ് ഇതേ തുടർന്ന് സംഭവിച്ചിട്ടുള്ളത്. 10 പേരാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ആശ്ചര്യകരമായ വാർത്ത, 11 വയസ്സുകാരി ഇന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി രോഗം ഭേദമായി ആശുപത്രി വിട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ ആളുകൾക്ക് രോഗം വരുന്നുണ്ട്. അതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതും വലിയ തിരിച്ചടി തന്നെയാണ്. അഖില, ലക്ഷ്മി, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇപ്പോൾ 10 പേർ ചികിത്സയിലുണ്ട് എന്ന് പറയുകയാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് നേരത്തെ കണക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ ആരോഗ്യ സംവിധാനം എവിടെയാണ് അതിന് തകരാർ സംഭവിച്ചിരിക്കുന്നത്? അതിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് രോഗം വരുന്നത് എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ അതിനനുസരിച്ചുള്ള ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട്. ശരി, ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലക്ഷ്മിയുടെ ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും സൂപ്പർ താരവുമായ വിജയ് നയിക്കുന്ന സംസ്ഥാന പര്യടനം ഇന്ന് 2ാം ദിവസം. നാഗപട്ടണം, തിരുവാറൂർ ജില്ലയിലൂടെയാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. ശനിയാഴ്ച തിരുച്ചിറപ്പള്ളിയിൽ നടത്തിയ റോഡ് ഷോ നിയന്ത്രിക്കാനാകാത്ത തിരക്കിനെ തുടർന്ന് പകുതിക്ക് നിർത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് 10 നിർദ്ദേശങ്ങൾ TVK നൽകിയിട്ടുണ്ട്. വിജയ് സഞ്ചരിക്കുന്ന വാഹനത്തെ പിന്തുടരുത്, സർക്കാർ കെട്ടിടങ്ങളുടെയോ വൈദ്യുതി പോസ്റ്റുകളുടെയോ മുകളിൽ കയറരുത്, പോലീസ് നിർദ്ദേശം അനുസരിക്കണം എന്നിവ അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. വിജയുടെ പര്യടന സമയത്ത് അതാത് പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉന്നയിച്ച വിമർശനത്തിന് വിജയ് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ 11 മണിക്ക് മസ്കറ്റ് ഹോട്ടലിലാണ് യോഗം. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കും. 2002 പട്ടികയാണ് പരിഷ്കരണത്തിന് വിധേയമാക്കുന്നത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൃത്യതയോടെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമമാകും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുക. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ LDFും UDFും ചേർന്ന് പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനിടെയാണ് യോഗം എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വോട്ടുമോഷണത്തിനെതിരെയുള്ള ഒപ്പുശേഖരണത്തിനുള്ള രാജ്യവ്യാപക ക്യാമ്പയിന് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി തുടക്കം കുറിച്ചിരുന്നു. വോട്ടുമോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പുറത്തുവിടും. ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാകും പുറത്തുവിടുക എന്നാണ് സൂചന. കമ്മീഷന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. അതിനിടെ രാഹുലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കൂടുതൽ BJP നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നിരവധി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും വസ്തുതകളെ വളച്ചൊടിക്കുന്നുവെന്നുമാണ് BJPയുടെ ആരോപണം. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, പോയ വാരത്തെ ഒരു വിപണിയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരുകയും വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 0.85% മുന്നേറ്റമാണ് മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായത്. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ആഴ്ചയിലെ അവസാന ദിവസമായിരുന്ന ഇന്നലെ മുൻനിര ഓഹരി സൂചികളിൽ ഒരു വിൽപ്പന ഉണ്ടായി എന്ന് ചോദിച്ചാൽ മറ്റു ദിവസങ്ങളിലെല്ലാം വിപണിക്ക് അനുകൂലം തന്നെയായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഇനിയുള്ള ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വളർച്ചയാണ് അല്ലെങ്കിൽ ഒരു നേട്ടമാണ് വിപണിയിൽ ഉണ്ടായതെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം സാധാരണഗതിയിൽ ഒരു വിൽപ്പന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം തിരുത്തലുകൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഒരു നിക്ഷേപ അവസരമായിരിക്കും. ആഗോള സാഹചര്യങ്ങളും തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും US അവിടെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയതും ഒപ്പം തന്നെ അടുത്തിടെ ഈ ഒരു വർഷം തന്നെ ഏതാണ്ട് 2 തവണ കൂടി പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള സൂചന നൽകിയതുമെല്ലാം US വിപണിയിൽ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റു വിപണികളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിൽ തന്നെയായിരുന്നു. എന്നാലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ചെറുകിട നിക്ഷേപകരും കൂടുതൽ അനുകൂലമായി ഇടപെടുന്നതാണ് വിപണിയുടെ മുന്നിലുള്ള നീക്കത്തിൽ ഏറെ പ്രധാനമായി പ്രവർത്തിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് 25,500 എന്നുള്ള നിലവാരം തന്നെയാണ് സാങ്കേതികമായി പ്രധാനം. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ വിപണി ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വകാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയോ തിരുത്തലോ ഉണ്ടെങ്കിൽ അത് ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. അടുത്ത ആഴ്ചയിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, K. ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. അതിജീവിതമാർക്ക് നീതിക്കായി തെരുവിലിറങ്ങേണ്ട ഗതികേടാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നത്. പോരാടി നീതി നേടേണ്ട ഗതികേട് ഇനി എന്നു മാറും? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുകയാണ് അതിലേക്ക്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ICU പീഡന കേസിൽ അതിജീവിത നീതി തേടി വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കേസിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിപ്പിച്ചതിന് എതിരെയാണ് അതിജീവിതയുടെ പ്രതിഷേധം. പ്രതിഷേധത്തിനൊടുവിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നു. നീതി ലഭിച്ചിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണവർ. എത്ര നാൾ തുടരേണ്ടി വരും അതിജീവിതമാർക്ക് ഈ പോരാട്ടം? പ്രതികളായ 5 പേരെ തിരിച്ചെടുത്തത് അപ്പം ഭയങ്കര വിഷമം തോന്നി, ഒരു നാണക്കേട്, എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി. കാരണം പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട്, ആരോഗ്യമന്ത്രി, അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഞങ്ങൾ പരാതി കൊടുത്തത് സർക്കാരിനാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത്? കോടതിയിൽ നടക്കുന്ന കേസാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത്
എന്നുള്ള ഞങ്ങൾക്ക് അറിയണം. ഇങ്ങനെ ജോലി തിരിച്ചെടുത്തിട്ടാണോ അവർക്കെതിരെ നടപടി എടുത്തതെന്നുള്ള എനിക്ക് അത് എന്തായാലും അതറിയണം. അങ്ങനെയാണോ അവരുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾ തെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്, അവരുടെ പ്രതികളുടെ കൂടെയാണ് സർക്കാർ എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എത്ര നാൾ ഈ അതിജീവിതമാർക്ക് ഈ പോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളതാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് 2023 മാർച്ച് 18 നമ്മൾ അത്രയും സുരക്ഷിതരാണെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യപരമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് പെട്ടെന്ന് ചെല്ലാവുന്നതാണ് ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികൾ എന്ന് പറയുന്നത്. നമുക്ക് അല്ലാത്ത എന്തെങ്കിലും നിയമസഹായത്തിനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമീപിക്കാവുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ പെട്ടെന്ന് കടന്ന് ചെല്ലുന്നത്. ആ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ജീവൻ പോലും നമ്മളുടെ മെഡിക്കൽ കോളേജിൽ അതുപോലെ ആശുപത്രിയിലെ ഡോക്ടർമാരെയും അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ വിശ്വസിച്ചേൽപ്പിച്ച് അത്തരത്തിൽ നമ്മൾ അത്രയും സുരക്ഷിതമായി എന്ന് കരുതുന്ന ഇടത്തു നിന്നാണ് ഇത്തരത്തിലൊരു പീഡനം അവർക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവർക്ക് പീഡനത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ട്രോമ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അവിടെ നിന്നും അവർ നടത്തിയ നിരന്തര പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് അവർക്ക് അവരോട് ആ ക്രൂരകൃത്യം ചെയ്ത ആ അറ്റൻഡറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള നടപടി. അവിടെയും തീർന്നില്ല. അതിനുശേഷവും ഇവർക്ക് ഈ സിസ്റ്റവുമായി നിരന്തരം ഇടപെട്ട് ഈ പോരാട്ടം നടത്തുകയാണ് അവർ. അതിനൊടുവിലാണ് ഇവരെ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ജീവനക്കാരെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടികളടക്കം ഉണ്ടായത്. പക്ഷേ അവിടെ പിന്നെ അവർ പരാജയപ്പെടുകയാണ്. ട്രിബ്യൂണലിൽ നിന്ന് അനുമതി നേടിക്കഴിഞ്ഞ് അവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഇത്രയും നാൾ അവർ നടത്തിയ ആ പോരാട്ടത്തിനൊക്കെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ ഈ അറ്റൻഡറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് അന്നിറക്കിയ ആ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ സർക്കാരിൻ്റെ ഈ ആരോഗ്യ വകുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം വച്ചുപുറപ്പിക്കില്ല, ഇത് ഒരിക്കലും നീതീകരിക്കാനാവാത്തൊരു നടപടിയാണ്. പക്ഷേ ആ ഇരയ്ക്ക് പിന്നീട് നീതി കിട്ടിയോ എന്നുള്ളതാണ്. നമുക്ക് ഇനി എത്ര നാൾ ഇവർക്ക് ഈ പോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയല്ലേ ചോദ്യമായി വരുന്നത്. തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവിത മാത്രമല്ല, ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു വലിയ നിയമ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പം നമ്മൾ ICU പീഡന കേസ് പറയുമ്പോൾ ഇപ്പം മായ സൂചിപ്പിച്ച പോലെ തന്നെ ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും സ്വാഗതാർഹമായ തീരുമാനമായിരുന്നു അവർ ഫൈറ്റ് ചെയ്ത് ആ അറ്റൻഡറെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന 5 ജീവനക്കാരെയാണ് ഈ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ഇപ്പോൾ അവർ തിരിച്ച് ആ മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അവർ വീണ്ടും ആ സ്ഥലത്തേക്ക് വരുമ്പോൾ തനിക്ക് പൂർണ്ണമായി നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞാണ് ഈ അതിജീവിത വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. മായ സൂചിപ്പിച്ച പോലെ തന്നെ 2023 മാർച്ച് 18 ഇങ്ങനെയൊരു സംഭവം. അതായത് നമ്മൾ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഒരാൾക്കാണ് ഇതൊരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ ആരോഗ്യമായ സുരക്ഷ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും സുരക്ഷ ഉണ്ട് എന്ന് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ എന്നും വിശ്വസിച്ച് വന്നിരുന്ന ഒരു സ്ഥലത്താണ് അവർക്ക് ഏറ്റവും അതിക്രൂരമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ കൂടെ എത്ര പേർ നിന്നു എന്നുള്ളതാണ്. നമ്മളൊരു സിസ്റ്റത്തിൻ്റെ തകരാറ് പറയുമ്പോൾ ഒരു സിസ്റ്റം മാത്രമല്ല, ഒരു എൻ്റയർ സിസ്റ്റം മുഴുവൻ അവർ ഉന്നയിക്കുന്ന വാദങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയാലും അതിനുശേഷം ആ അന്വേഷണം നടന്നപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലൊക്കെ അവർക്ക് എതിരെയുള്ള ഒരു നടപടിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു വലിയ നിയമ പോരാട്ടം അവർ നടത്തിയിട്ടാണ് ഈ അറ്റൻഡറെ പിരിച്ചുവിടുകയും അതുപോലെ തന്നെ ഈ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ ഭാഗമായി പലർക്കും പലയിടങ്ങളിലേക്കും പോകേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു 2 വർഷത്തോളം ഇതിന് പിന്നിൽ അവർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി. അപ്പോൾ ഏതൊരു സ്ത്രീ ആയാലും അവർക്ക് നേരിടുന്ന ഒരു ദുരവസ്ഥ പറയുമ്പോൾ എല്ലാവരും നേരിടുന്നത് ഈ സാഹചര്യമാണ്. ഈ അതിജീവിതം മാത്രമല്ല, കേരളത്തിലായാലും എവിടെയായാലും നമ്മൾ ഇത്തരത്തിൽ ദുരനുഭവമുള്ള ഇപ്പം ലൈംഗിക പീഡനമായാലും മറ്റ് എന്ത് പീഡനമായാലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് അവർക്കൊരു തീവ്രമായിട്ടുള്ള ഒരു ക്രോമ സ്റ്റേജിലൂടെ അവർ കടന്നു പോകുമ്പോഴും അതിനെല്ലാം വെല്ലുന്ന ഒരു ആത്മധൈര്യത്തോടുള്ള ഒരു പോരാട്ടം അവർ നടത്തിയിട്ടുണ്ട്. പിന്നീട് അവർക്ക് മുഖ്യമന്ത്രിയെ വന്ന് കാണേണ്ടി വന്നു, ആരോഗ്യമന്ത്രിയെ കാണേണ്ടി വന്നു, DGP എല്ലാം കണ്ട ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി. അങ്ങനെ വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷമാണ് അവർക്ക് ഒരു പൂർണ്ണമായി നീതി ലഭിച്ചില്ല എന്ന് പറയെങ്കിൽ കൂടി ഈ അറ്റൻഡറെ പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ
വിധിയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു കോടതി വിധി പോലുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ജീവനക്കാർ തിരിച്ചവിടേക്ക് വരുന്നു. പക്ഷെ അപ്പോഴും അവർ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടത്തുമ്പോഴും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും അവർ ആ നിയമ പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ അത്രത്തോളം വലിയ അവരുടെ ഒരു നീതിക്കായിട്ടുള്ള ഒരു വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അതിജീവിതന്മാരെല്ലാവരും അവരുടെ ദുരനുഭവം പറഞ്ഞ് പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടം നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിന് മുന്നിലും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കേസിലല്ല, എല്ലാ കേസുകളിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട സ്ത്രീകൾക്ക് അത് പുറത്ത് പറയാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആത്മധൈര്യത്തോടു കൂടി നിയമ പോരാട്ടം നടത്താനൊക്കെ, അല്ലെങ്കിൽ അവർ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് അവരുടെ ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിലൂടെ. അപ്പോൾ ഓരോ സ്ത്രീകളും അങ്ങനെ തന്നെയല്ലേ നേരിടുന്നത്? കാരണം വീണ്ടും വീണ്ടും അവർ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ അതിജീവിതം തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കാണുമ്പോഴും ആരോഗ്യമന്ത്രിയെ കാണുമ്പോഴും അവർക്ക് അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ അവരോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന് താഴോട്ട് ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ വീണ്ടും വീണ്ടും അവരെ അപമാനിക്കപ്പെടുകയല്ലേ. ഇവർ മാത്രമല്ല, ഇങ്ങനെ ദുരനുഭവമുള്ള ഏതൊരു സ്ത്രീയും ഇത്തരത്തിലൊരു പ്രശ്നം പുറത്തേക്ക് പറഞ്ഞു വരുമ്പോൾ അപ്പോൾ അത് എത്രത്തോളം, അല്ലെങ്കിൽ സ്ത്രീകൾ പലരും ഇത് പുറത്ത് പറയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ പിന്നെ അവർ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. തീർച്ചയായും ഇതിപ്പോൾ ഈ ICUവിൽ ഉണ്ടായിരുന്ന പീഡനം അത് ശരിക്കും ഒരു ശാരീരികമായുള്ള ഒരു ആക്രമണം കൂടിയല്ല, അത് മാനസികമായിട്ട് കൂടിയുള്ളതാണ്. അവരുടെ ഒരു ആത്മാവിനെ കൂടി പിച്ചി ചീന്തുന്ന എല്ലാ അർത്ഥത്തിലും അങ്ങനെ അവരെ ഇല്ലാതാക്കുന്ന, അവിടെ നിന്നാണ് ഇവർ ഈ നിയമ പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ്. ഇതേ കേസിൽ തന്നെയാണ് നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറ്റിനുള്ളിൽ കുടുങ്ങിയ ആ ഒരു സംഭവം. അവർ നിരന്തരം നടത്തിയ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അതിനുശേഷം അവർക്ക് 8ഓളം ഓപ്പറേഷനുകൾ നടത്തേണ്ടി വന്നു. പിന്നെ അവർ ശാരീരികമായി തളർന്നുപോയി. പിന്നെ അവർ വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവർക്ക് നീതി നിഷേധമാണ്, അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8ഓളം ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. അതിനുശേഷം അവർ ശാരീരികമായി തളർന്നു. അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനം നിലച്ചു. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല. അവർ സർക്കാരിനോട് നഷ്ടപരിഹാരം ചോദിച്ച് അവർക്ക് അതും ലഭിക്കുന്നില്ല. ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യമന്ത്രി അടക്കം പഴിചാരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവർക്ക് നീതി ലഭിക്കേണ്ട സിസ്റ്റമാണ് ഇവർക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവരിപ്പോഴും സർക്കാരിന് മുന്നിൽ ഒരു സമരത്തിന് ഇറങ്ങേണ്ട ഒരു ഗതികേടിലാണ് അവർ. നമ്മുടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വയറ്റിൽ കുടുങ്ങിയ ഒരു സംഭവം, അതും ഇത് കുടുങ്ങിയതിന് ശേഷം പിന്നെയും 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വയറാണ് കുടുങ്ങിയത് എന്ന് മനസ്സിലാകുന്നത്. പിന്നെയും ഈ ഒരു നിസ്സംഗ മനോഭാവമാണ് അധികൃതർക്ക്. കുറച്ച് 2 കൊല്ലം വയറ്റിൽ കുടുങ്ങിയ ആ വയറ് പിന്നെ കുറച്ചൊരു 4 മാസം കൂടി നിന്ന് കഴിഞ്ഞ് 4 മാസത്തിന് ശേഷമാണ് ഈ പരാതി കൊടുത്തതിന് ശേഷം അന്വേഷണം പോലും നടക്കുന്നത്. അതിനുശേഷം ഒരു വളരെ വിചിത്രമായ വാദമാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വയറ്റിൽ വയറ് കുടുങ്ങിക്കിടന്ന കുഴപ്പമില്ല എന്നുള്ള ആ ഒരു വാദങ്ങളൊക്കെ. ഇത് നമ്മൾ ആരോട് പോയി പറയും എന്നുള്ളതാണ്. നമുക്ക് നീതി തരേണ്ടവർ തന്നെ ഇത്തരത്തിൽ അലംഭാവം കാണിക്കുമ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ ആർക്കു മുന്നിൽ ഒരു സഹായത്തിനായി അഭ്യർത്ഥിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, അതായത് നീതി നൽകേണ്ടവർ നീതി നിഷേധിക്കുക എന്നുള്ള കാര്യമാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവം പറയുമ്പോൾ ഇവർ ഈ പരാതി ഉന്നയിക്കുമ്പോൾ ഇവരെ പരിശോധിക്കാൻ പോകുന്ന ഗൈനോക്കോളജിസ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചു. കാരണം അവർക്ക് അത്രത്തോളം പരിചയസമ്പന്നയായിരുന്നില്ല അവർ. പിന്നീട് അവരെ പിന്തുണച്ച നേഴ്സിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അനിത എന്ന് പറയുന്ന നേഴ്സിനെ ഈ സർക്കാർ തന്നെ പലയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് അവർ അനുകൂല ഉത്തരവുമായി ആ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരികയും ചെയ്യുന്ന സാഹചര്യം. ഈ വകുപ്പ് ഉദ്യോഗസ്ഥരെ എന്ന് പറയുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഒപ്പം നിൽക്കേണ്ടവർ പലരും സ്ത്രീകളായിട്ട് പോലും ഇവരെ പിന്തുണച്ചില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് മന്ത്രിയാണ്. പിന്നീട് ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ട് പിന്നീട് ഇവർ അന്വേഷണത്തിന്റെ ഭാഗമായി പോകുന്നത് പോലീസിലേക്കാണ്. അവിടെ നിന്ന് അവർക്ക് താഴേക്കിടയിലൊക്കെ അവർ നേരിട്ടത് വലിയ അപമാനവും അതുപോലെ തന്നെ പലതരത്തിലുള്ള പോരാട്ടം അവർക്ക് നടത്തേണ്ടി വന്നു. പിന്നീട് ഒരു ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ ഹർഷിത അട്ടല്ലൂരിയെ പോലുള്ള ആളുകളാണ് അവരെ സഹായിച്ചത്. അപ്പോൾ ആ രീതിയിൽ നിയമ പോരാട്ടം തുടർന്നാണ് അവർ അല്പമെങ്കിലും തനിക്ക് നീതി ലഭ്യമായി എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇവർ അനുകൂല
അനുകൂല ഉത്തരവെല്ലാം സംഘടിപ്പിച്ച് വീണ്ടും ഈ മെഡിക്കൽ കോളേജിലേക്ക് വരികയും അപ്പോഴും അവർ പറയുന്നു പൂർണ്ണമായി നീതി ലഭിച്ചിട്ടില്ല, ഇപ്പോഴും സർക്കാർ ഇരയ്ക്കൊപ്പമല്ല വാദികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും നിയമ പോരാട്ടം നടത്താനുള്ള തീരുമാനം. അപ്പോൾ ഈ കോഴിക്കോട് ICU പീഡനക്കേസ് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ ഇപ്പോൾ ലൈംഗികമായാലും അല്ലെങ്കിൽ ഏത് രീതിയിലും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അവർക്ക് ഒരു ദുരനുഭവം ഉണ്ടായാൽ അത് നീതി കിട്ടണമെങ്കിൽ നിയമ പോരാട്ടം ഒരു ജീവിതകാലം ഉടനീളം നടത്തേണ്ട ഒരു സാഹചര്യം. മാത്രവുമല്ല അവർ ഈ പറയുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും എല്ലാം അപമാനം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നിടത്ത് നാളെ മറ്റൊരിര കൂടി ജനിക്കുകയാണ്. സുരക്ഷിത സമൂഹം എന്നിടത്ത് നിന്ന് ഇടയ്ക്കിടെ അതിക്രമങ്ങളും നീതി നിഷേധവും നടക്കുമ്പോൾ ഭരണ സംവിധാനത്തിന് അതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? നിരന്തരം പ്രതിഷേധിച്ചും പോരാടിയാലും മാത്രമേ നീതി ലഭിക്കൂ എന്ന അവസ്ഥ മാറിയേ മതിയാകൂ. വയനാട് മണ്ഡല സന്ദർശനവുമായി ബന്ധപ്പെട്ട് കാപ്പി കർഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത സോണിയാഗാന്ധിയും ചുണ്ടേലിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രത്തിലെത്തിയാണ് ഇരുവരും കർഷകരുമായി സംവദിച്ചത്. കർണാടകയിലെ കൂർഗ് കഴിഞ്ഞാൽ കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള വയനാട്ടിലെ കാപ്പി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കാനാണ് ഗവേഷണ കേന്ദ്രത്തിൽ പ്രിയങ്ക എത്തിയത്. കൂടെ മാതാവ് സോണിയാഗാന്ധിയും ഉണ്ടായിരുന്നു. 65,000-ലധികം കാപ്പി കർഷകർ വയനാട്ടിലുണ്ട്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം കാപ്പിയിൽ നടക്കുന്ന ഗവേഷണ പുരോഗതി അറിയുകയുമായിരുന്നു കൂടിക്കാഴ്ചയുടെ മുഖ്യ ലക്ഷ്യം. കോഫി ബോർഡിനെ പ്രതിനിധീകരിച്ച് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ M കറുത്തമണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു. കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും കാപ്പി കർഷക ശാസ്ത്രജ്ഞനും തോട്ട ഉടമയുമായ അശോക് കുമാർ മുട്ടിൽ ഉൾപ്പെടെയുള്ള കർഷക പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്. അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കികൾക്ക് തിരിച്ചടി. H1B1 വിസ നിരക്ക് വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. നിരക്ക് $1,00,000 ഉയർത്താനാണ് നീക്കം നടക്കുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് നിരക്ക് വർധനവ്. US തൊഴിലാളികളെ സംരക്ഷിക്കുമെന്നും വേതന നിലവാരം ശക്തിപ്പെടുത്തുമെന്നും H1B പ്രക്രിയയിലെ പഴുതുകൾ അടയ്ക്കുമെന്നും ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നു. അതേസമയം വിസ നിരക്ക് ഉയർത്താനുള്ള ബിസിനസ് ഗ്രൂപ്പുകൾ, ടെക് നേതാക്കൾ, ഇമിഗ്രേഷൻ വക്താക്കൾ എന്നിവർക്കിടയിൽ ഇത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും ഉയർന്ന ഫീസ് ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനുകൾക്കും തൊഴിലാളികൾക്കും മാത്രമേ ലഭ്യമാകുന്ന ഒരു ആഡംബര വർക്ക് പെർമിറ്റായി മാറ്റുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. സ്റ്റാർട്ടപ്പുകളുടെയും ചെറുകിട ബിസിനസ്സുകളെയും മാറ്റി നിർത്തുകയും വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ മറ്റു രാജ്യങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നതാണ് ആശങ്ക. ഏഷ്യ കപ്പ് സൂപ്പർ 4 പോരാട്ടത്തിൽ ശ്രീലങ്ക ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണി മുതലാണ് മത്സരം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് 3 കളികളിൽ നിന്ന് 3 ജയവുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ശ്രീലങ്കയുടെ സൂപ്പർ 4 പ്രവേശനം. അഫ്ഗാനിസ്ഥാനെയും ഹോങ്കോങ്ങിനെയും തോൽപ്പിച്ചാണ് ബംഗ്ലാദേശ് സൂപ്പർ 4-ൽ എത്തിയത്. ഏഷ്യ കപ്പിലെ കഴിഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ പാതും നിസംഗയുടെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ശ്രീലങ്കയ്ക്കായിരുന്നു വിജയം. സെപ്റ്റംബർ 23-ന് പാകിസ്ഥാനെയും 26-ന് ഇന്ത്യയെയും നേരിടും. സെപ്റ്റംബർ 24-ന് ഇന്ത്യയും 25-ന് പാകിസ്ഥാനെയും ബംഗ്ലാദേശ് നേരിടും. BCCI ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഇന്ന് നിർണായക യോഗം. പ്രധാന BJP നേതാക്കളും BCCI ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. മുൻ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി, ഹർഭജൻ സിംഗ്, രഘുറാം ഭട്ട് എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിലെ പ്രമുഖർ. IPL ഭരണസമിതിയെ സംബന്ധിച്ചും പ്രാഥമിക ധാരണ ഉണ്ടായേക്കും. ഈ മാസം 28-നാണ് BCCIയുടെ വാർഷിക പൊതുയോഗം. പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുക്കേണ്ടത് അന്നാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ സംബന്ധിച്ച ധാരണയിലെത്താനാണ് അമിത്ഷായുടെ വസതിയിൽ നിർണായക യോഗം ചേരുന്നത്. 2019 മുതൽ 22 വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ നയിച്ച മുൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ പേരിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാന പരിഗണന. നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഗാംഗുലി. കഴിഞ്ഞ ദിവസമാണ് സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലിയിൽ നിന്ന് സൗരവ് ചുമതല ഏറ്റെടുത്തത്. റോജർ ബിന്നി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം രാജീവ് ശുക്ല താൽക്കാലിക പദവിയാണ് വഹിച്ചിരുന്നത്. 2022-ൽ N ശ്രീനിവാസൻ ഉയർത്തിയ വിമർശനത്തെ തുടർന്നാണ് ഗാംഗുലിക്ക് പദവി നഷ്ടമായത്. ഒരു തവണ കൂടി അധ്യക്ഷ പദവി വഹിക്കാനുള്ള സാധ്യത നിലനിൽക്കെയായിരുന്നു അന്നത്തെ പടിയിറക്കം. അതുകൊണ്ട് തന്നെ ഗാംഗുലിക്ക് ഒരു അവസരം കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ്, മുൻ ടെസ്റ്റ് താരവും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ രഘുറാം ഭട്ട്, മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കിരൺ മോറെ എന്നിവരും പരിഗണനയിലുണ്ട്.
പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷനാണ് ഹർഭജൻ സിംഗിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. IPL ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയെത്തും. അതേസമയം ടീം സെലക്ഷൻ പാനലിലേക്കുള്ള 2 പുതിയ അംഗങ്ങളുടെ അഭിമുഖം പൂർത്തിയായിട്ടുണ്ട്. RP സിംഗ്, പ്രഗ്യാ ഓജ എന്നിവരായിരിക്കും അജിത് കഹാൽക്കർ നയിക്കുന്ന സെലക്ഷൻ പാനലിലേക്ക് എത്തുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ഇന്ന് നിരവധി വാർത്തകളുള്ള ദിവസമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാർത്തകളുണ്ട്. അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ വാർത്തകൾ കാണാം. നമസ്കാരം.